വെള്ളറട കിളിയൂരിൽ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ മകൻ അറസ്റ്റിലായിരിക്കുന്നു. സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. കിളിയൂർ സ്വദേശി ജോസിനെയാണ് മകൻ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇതുപോലെ ഉള്ള പല സംഭവങ്ങളും പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. മാതാപിതാക്കളെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയില് ഒരച്ഛനെയും അമ്മയെയും മകൻ ചുട്ടരിച്ച് കൊലപ്പെടുത്തിയ സംഭവം. ഇവിടെ പലപ്പോഴും മദ്യവും ലഹരിയും ഒക്കെയാണ് വില്ലനാകുന്നത്. ലഹരിക്ക് അടിമകളായ മക്കൾ മാതാപിതാക്കളെ മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ പ്രതിയായിട്ടുള്ള പ്രജിൻ, അച്ഛനെ കൊലപ്പെടുത്തിയ പ്രജിൻ ചൈനയിൽ MBBS വിദ്യാർത്ഥിയായിരുന്നു. കോവിഡ് കാലത്ത് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇയാൾ ഏത് സാഹചര്യത്തിലാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ടോ? സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാത്തതാണ് ഈ കൊലയ്ക്ക് കാരണമെന്ന് പറയുന്നുണ്ട്. അതിനപ്പുറം ഈ പ്രജിൻ ഈ ലഹരിക്കടിമ മറ്റോ അല്ലെങ്കിൽ ലഹരിക്കടിമയോ അല്ലെങ്കിൽ മദ്യലഹരിയോ മറ്റോ ആണോ ഈ കൊലപാതകം നടത്തിയത്? ടോം, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ കൊലപാതകം. ടോം പറഞ്ഞതുപോലെ തന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ. തിരുവനന്തപുരത്ത് മാത്രം 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സംഭവം, അതിനു മുൻപ് ആ യുവതിയെ കഴുത്തറുത്ത് കൊന്ന സംഭവം, അതിൽ തെളിവെടുപ്പ് ഉൾപ്പെടെ നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മറ്റൊരു കൊലപാതകം കൂടി തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത്. പ്രജിൻ എന്ന 24-കാരനാണ് ഈ കേസിൽ പ്രതി. പിതാവ് ജോസിനെയാണ് പ്രജിൻ കൊലപ്പെടുത്തിയത്. സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു കാര്യം പറഞ്ഞ് ഈ കൊലപാതകം നടത്തി എന്ന വിവരമാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി നൽകിയത്. ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രജിൻ നേരത്തെ വിദേശത്തായിരുന്നു. ചൈനയിൽ വുഹാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. കോവിഡ് സമയത്ത് അവിടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരികെ എത്തി. പിന്നീട് ഈ പുറം ലോകവുമായി അധികം ബന്ധമില്ലായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അധികം സുഹൃത്തുക്കളോ ആ തരത്തിൽ പുറത്തേക്ക് കൂടുതലായി പോകുന്ന ഒരു രീതിയോ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ പലപ്പോഴും ഒതുങ്ങുമായിരുന്നു. പക്ഷേ വീട്ടുകാർ തനിക്കാവശ്യമായ പണം നൽകുന്നില്ല, തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങി നിരവധിയായ പരാതികൾ ഈ കൊലപാതകത്തിന് ശേഷം പോലീസിനോട് പ്രജിൻ പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ജോസിനെ നെഞ്ചിലും കഴുത്തിലും വെട്ടുകത്തിക്കൊണ്ട് വെട്ടുകയായിരുന്നു. ഈ സമയം പ്രജിന്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നു. ഇവരുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത്. ആ സമയം ഈ നാട്ടുകാർ എത്തുമ്പോഴേക്കും ജോസ് അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. അമ്മയാകട്ടെ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണ നിലയിലായിരുന്നു. ഈ കൊലപാതക ദൃശ്യങ്ങൾ കണ്ട് ഭയപ്പെട്ട് അമ്മ ബോധരഹിതയായി വീഴുകയും ചെയ്തു. പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവർ ആശുപത്രിയിൽ തുടരുകയാണ്. പോലീസിന്റെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പ്രതി കൂടുതൽ സഹകരിക്കുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടുകാരുമായി ഉണ്ടായ തർക്കത്തെക്കുറിച്ചൊന്നും തന്നെ അന്വേഷണത്തോട് കാര്യമായി സഹകരിക്കുന്നില്ല. ഒരു സഹോദരിയാണ് പ്രതിക്കുള്ളത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. പ്രതിയാകട്ടെ ഈ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ പഠനം പാതി വഴിക്ക് മുറിഞ്ഞ ശേഷം തുടർ പഠനത്തിന് പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് കാര്യമായി ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന വിവരമാണ് നാട്ടുകാർ നൽകുന്നത്. അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിവരം നമുക്ക് ലഭിക്കുന്നു. ഏതായിരുന്നാലും അരുംകൊല തന്നെയാണ്. പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നില്ല, അതിനെ അനുവദിക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞാണ് ഈ അരുംകൊല ഒരു യുവാവ് നടത്തിയിരിക്കുന്നത്. ടോം, തീർച്ചയായും വിനോദ്, ഇതിനകത്ത് ഈ പ്രതിയുടെ മൊഴി അനുസരിച്ച് ഈ പഠനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, ജീവിതത്തിൽ എങ്ങും എത്തിയില്ല, അങ്ങനെ വലിയൊരു നിരാശ ഇയാൾക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു മനോനില തെറ്റിയ വ്യക്തിയായിരുന്നു ഈ പ്രജിൻ എന്നൊരു കണ്ടെത്തലോ അല്ലെങ്കിൽ അത്ര ഒരു നിരീക്ഷണമോ പോലീസിനുണ്ടോ? അതോ ഈ അച്ഛനോട് അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ഒരു പക, ഇതുപോലുള്ളൊരു മാനസികമായ പ്രയാസം അതേ തുടർന്ന് നടത്തിയ കൊലപാതകമായിരിക്കാമോ ഇത്? ടോം, നമ്മൾ ഈ കൊലപാതകം കാണുമ്പോൾ മുൻപ് തിരുവനന്തപുരത്ത് തന്നെ നടന്ന കേടൽ ജിൻസൺ രാജ എന്ന ഒരു യുവാവ് ഇപ്പോൾ ജയിലിലാണ്. മാനസിക നില തെറ്റി അത് ഈ ബ്ലാക്ക് മാജിക് പോലുള്ള സംഗതികളിലേക്ക്, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന മന്ത്രവാദം പോലുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് വീഴുകയും വീട്ടിൽ മാതാപിതാക്കളെ അടക്കം വെട്ടിക്കൊലപ്പെടുത്തുന്ന 4 പേരെ കൊലപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നു. ഏതാണ്ട് അങ്ങനെ ഒരു ആസ്ട്രൽ പ്രൊജക്ഷനോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കോ ഒക്കെ ഇതിന്റെ പുറകിലുണ്ടോ എന്നത് വ്യക്തമല്ല. ഏതായിരുന്നാലും ഇതിൽ സമാനതകൾ ഏറെയുണ്ട്.
ഓസ്ട്രേലിയയിൽ നിന്നാണ് ജിൻസൺ രാജ തിരികെ നാട്ടിലെത്തുന്നതും മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നതും. ഇവിടെ ചൈനയിൽ നിന്ന് തിരികെ എത്തുന്നു. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ വരുന്ന ആളാണ് പ്രജിൻ. അങ്ങനെ ഈ വിദേശത്തേക്ക് പോയി വന്ന രണ്ടുപേരാണ് ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഈ പ്രജിന്റെ ഒരു ഭാഷ്യം കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം നടത്തിയ ശേഷം തന്നെ പ്രജിൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. വെള്ളറട പോലീസിന്റെ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഈ കൊലപാതകം നടത്തിയെന്ന് പറയുന്നതോടൊപ്പം തന്നെയാണ് തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ജോസിന് 70 വയസ്സുണ്ട്, മറ്റൊരു മകൾ കൂടിയുണ്ട്. ലഹരി വസ്തുക്കൾ പ്രജിൻ ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. മാത്രമല്ല പ്രതിയുടെ മനോനില പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പഠനം ഉപേക്ഷിക്കപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റ് കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ മനോനില കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും പിതാവിനോട് കടുത്ത വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും ഈ വീട്ടിൽ ബഹളമുണ്ടാകാറുണ്ടായിരുന്നു, വഴക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. പിതാവിനോടുള്ള ഒരു വൈരാഗ്യം, ദേഷ്യം മകൻ കൊണ്ടു നടന്നിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് ഈ കൊലപാതകത്തിലേക്ക് പോയത്. ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിൽ ജോസ് ഉള്ളപ്പോഴാണ് അതേ വീട്ടിലുണ്ടായിരുന്ന മകൻ പ്രജിൻ വെട്ടുകത്തിക്കൊണ്ട് അച്ഛന്റെ കഴുത്തിനും നെഞ്ചിനും വെട്ടുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ട് അമ്മ നിലവിളിച്ച് ബോധരഹിതരായി വീഴുകയും ചെയ്തു. ഈ നിലവിളി കേട്ടാണ് പരിസരവാസികൾ ഓടിയെത്തുന്നത്. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമുണ്ടായെങ്കിലും ജീവൻ നഷ്ടമാവുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി നേരിട്ട് ചെന്നാണ് ഈ കൊലപാതക വിവരം പറഞ്ഞത്. തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിയുടെ സ്വഭാവമടക്കം പരിശോധിക്കേണ്ടതാണ്. കാരണം ഇയാളുടെ ഒരു മനോനിലടക്കം പരിശോധിക്കേണ്ടതാണ്. മറ്റു പുറം ലോകവുമായി വലിയ കാര്യമായ ബന്ധമില്ല, സൗഹൃദങ്ങൾ കുറവായിരുന്നു എന്ന് പറയുന്നു. ഈ വീട്ടിൽ ഇതുപോലെ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നോ ഈ പ്രജിൻ? മാത്രമല്ല അതോടൊപ്പം ഈ പിതാവിനെ, സ്വന്തം അച്ഛനെ ഇതുപോലെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതേസമയം ഈ അമ്മയ്ക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ളൊരു വധശ്രമവും മറ്റും ഉണ്ടായിരുന്നോ? ഇല്ല, കഴിഞ്ഞ ദിവസം പിതാവിന് നേരെ മാത്രമാണ് ഈ ആക്രമണം ഉണ്ടായത്. പിതാവുമായുള്ള തർക്കം തന്നെയാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയായിരുന്നു കൊലപാതകം നടന്നത്. ടോം, ഈ മനോനിലയുടെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരം ബാലരാമപുരത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് അമ്മാവൻ കൊലപ്പെടുത്തിയ സംഭവം. അതിലും പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ ഇപ്പോൾ തിരിച്ച് വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്, റിമാൻഡിൽ വിട്ടിരിക്കുന്നു. കാരണം 10 ദിവസമെങ്കിലും ഡോക്ടർമാരുടെ സംഘം ഇയാളുടെ സ്വഭാവ രീതി പരിശോധിക്കേണ്ടതുണ്ട്. ഇയാളുടെ മനോനിലയിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ആ തരത്തിൽ പരിശോധനകൾ നടത്തേണ്ടത്. ഒരുപക്ഷേ പോലീസിന് കസ്റ്റഡിയിൽ കിട്ടിയാൽ പോലും കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടെയാണ് ഈ വിദഗ്ധ സംഘത്തിന്റെ സേവനം ആവശ്യമായി വരുന്നത്. ഒരുപക്ഷെ ആ രീതിയിലൊക്കെ ഈ കേസിന്റെ അന്വേഷണം പോകേണ്ടി വരുമോ എന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. ഏതായിരുന്നാലും അന്വേഷണവുമായി കാര്യമായി സഹകരിക്കുന്നില്ല പ്രജിൻ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാൾ ഏത് മാനസികാവസ്ഥയിലാണ് ഇത്തരമൊരു കുറ്റകൃത്യം നടത്തിയതെന്നത് പരിശോധിക്കണം. പക്ഷേ പ്രാഥമികമായി നൽകിയിട്ടുള്ള മൊഴി തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, തനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നില്ല, ജീവിതം മുരടിച്ചു പോകുന്നു, അത്തരം കാര്യങ്ങൾ പറഞ്ഞാണ് ഈ കൊലപാതകം നടത്തിയതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും സാമ്പത്തികമായി തർക്കങ്ങൾ നിലനിന്നിരുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രകോപനം, പെട്ടെന്നുണ്ടായ പ്രകോപനം ഈ ഒരു കൃത്യം നടത്തുന്നതിന് പ്രതിയെ പ്രേരിപ്പിച്ചോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അന്വേഷണവുമായി വലിയ തോതിൽ സഹകരിക്കുന്നില്ല. അവിടെ കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പുറത്തുവരൂ. അവിടെ പ്രതിയുടെ മനോനില പരിശോധിക്കേണ്ടതുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായ സൂചന, പ്രാഥമികമായി അങ്ങനെ ഒരു സൂചനയില്ല. അതുകൊണ്ട് തന്നെയാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കൃത്യം പ്രതി ചെയ്തത് എന്നത് വെളിപ്പെടേണ്ടത്. അത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ആ കാര്യം പുറത്തുവരികയുള്ളൂ.